So dear students, today we will discuss multimedia systems. കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിമീഡിയ, കമ്പോണൻസ് ഓഫ് മൾട്ടിമീഡിയ, അതുപോലെ ഹൈപ്പർ മീഡിയ, ഹൈപ്പർ ടെക്സ്റ്റ് ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി വാട്ട് ആർ മൾട്ടിമീഡിയ സിസ്റ്റംസ്, ഇതിൻ്റെ ഉത്തരമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എ മൾട്ടിമീഡിയ സിസ്റ്റം ഈസ് എ സിസ്റ്റം കേപ്പബിൾ ഓഫ് പ്രോസസ്സിംഗ് മൾട്ടിമീഡിയ ഡാറ്റ ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ മൾട്ടിമീഡിയ ഡാറ്റ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പല ഡിഫറെൻറ്റ് ഫോംസിലുള്ള ഡാറ്റയുടെ കളക്ഷനാണ് മൾട്ടിമീഡിയ ഡാറ്റ. പ്രത്യേകിച്ച് ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ, ആനിമേഷൻസ് അടങ്ങുന്ന ഡാറ്റയാണ് മൾട്ടിമീഡിയ ഡാറ്റ. സോ ഇഫ് എ സിസ്റ്റം ഈസ് കേപ്പബിൾ ടു പ്രോസസ് മൾട്ടിമീഡിയ ഡാറ്റ, then it is called a multimedia system. Okay, and if a system is able to run and execute multimedia applications, then that system is also a multimedia system. A multimedia system is characterized by the processing, storage, generation, manipulation and rendition of multimedia information. ഇപ്പോൾ എന്തൊക്കെ സവിശേഷതകളാണ് മൾട്ടിമീഡിയ സിസ്റ്റത്തിനുള്ളത്? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രോസസ്സിംഗ്. ഇപ്പോൾ ഇൻഫർമേഷൻ പ്രോസസ്സിങ് നടക്കണം. എന്ത് തരം ഇൻഫർമേഷൻ പ്രോസസ്സിങ്? മൾട്ടിമീഡിയ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള കഴിവ്. മൾട്ടിമീഡിയ ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കഴിവ്, അതാണ് സ്റ്റോറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ യു ക്യാൻ ജനറേറ്റ് ന്യൂ മൾട്ടിമീഡിയ ഇൻഫർമേഷൻ. സ്വന്തമായിട്ട് നിങ്ങൾക്ക് പുതിയ മൾട്ടിമീഡിയ ക്രിയേഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരുത്താനായിട്ട് സാധിക്കുന്ന സിസ്റ്റംസ് ആയിരിക്കണം. അത് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സിസ്റ്റം ആയിരിക്കണം. ഇനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത മൾട്ടിമീഡിയ കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിൽ മാനിപ്പുലേഷൻ വരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഇപ്പോൾ ഓഡിയോയിലോ വീഡിയോയിലോ ഒക്കെ ചില മാറ്റങ്ങൾ വരുത്താനായിട്ട് നിങ്ങൾക്ക് ഒക്കും. അതിൻ്റെ ട്രിമ്മിങ്, അതുപോലെ തന്നെ പല എഡിറ്റിങ്, ബാസ്, ട്രബിൾസ് അതൊക്കെ കൂട്ടുക, കുറയ്ക്കുക, അത് കളർ വേരിയേഷൻസ്, ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് നമുക്ക് പലപ്പോഴും സിസ്റ്റത്തിൽ ആവശ്യമായിട്ട് വരും. അത് സഹായിക്കുന്നത് ഒരു മൾട്ടിമീഡിയ സിസ്റ്റമാണ്. ദെൻ റെൻഡിഷൻ ഓഫ് മൾട്ടിമീഡിയ ഇൻഫർമേഷൻ. പിന്നെ അത് പ്രോപ്പറായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റെൻഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും കളറിങ്, അതുപോലെ സ്മൂത്തനിങ്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ multimedia system is a system capable of processing multimedia data and also executing multimedia applications. It is characterized by processing capability, storage capability, generation capability, manipulation capability and rendition capability of multimedia information. Now, what are the characteristics of a multimedia system? A multimedia system has 4 basic characteristics. 4 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാവുന്നത്. മൾട്ടിമീഡിയ സിസ്റ്റംസ് മസ്റ്റ് ബി കമ്പ്യൂട്ടർ കൺട്രോൾഡ്. ഓക്കെ, അപ്പോൾ മൾട്ടിമീഡിയ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്നത് ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ഓപ്പറേറ്റഡ് സിസ്റ്റം. അപ്പോൾ സാധാരണ രീതിയിൽ നല്ല കമ്പ്യൂട്ടേഴ്സാണ്, നല്ല കോൺഫിഗറേഷനുള്ള കമ്പ്യൂട്ടേഴ്സ് തന്നെയാണ് മൾട്ടിമീഡിയ സിസ്റ്റംസ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. മൾട്ടിമീഡിയ സിസ്റ്റംസ് ആർ ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ പല ഫീച്ചേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പല ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ കേപ്പബിലിറ്റി, വീഡിയോ കാർഡ്സ്, സ്പീക്കേഴ്സ്, അതുപോലെ തന്നെ മോണിറ്റേഴ്സ്, മൾട്ടിപ്പിൾ ഇൻപുട്ട് ഡിവൈസസ്, ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. സാധാരണ സിസ്റ്റത്തിലുപരി ഈ മൾട്ടിമീഡിയ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, അതുപോലെ തന്നെ അഡീഷണൽ ഹാർഡ്വെയർ കമ്പോണൻസ്, മദർ ബോർഡിനകത്ത് എക്സ്പാൻഷൻ കാർഡ്സ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് മൾട്ടിമീഡിയ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ദ ഇൻഫർമേഷൻ ദേ ഹാൻഡിൽ മസ്റ്റ് ബി റെപ്രസെൻറ്റഡ് ഡിജിറ്റലി. ഇനി മൾട്ടിമീഡിയ കമ്പ്യൂട്ടേഴ്സിനകത്ത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഫോമിലായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. മറ്റ് ഒരു ഫോമും നമ്മൾ ചൂസ് ചെയ്യാറില്ല. ഓൾറെഡി മോഡേൺ കമ്പ്യൂട്ടേഴ്സിലെ സാധാരണ ഡാറ്റ പോലും ഡിജിറ്റൽ ആകുമ്പോൾ മൾട്ടിമീഡിയ ഡാറ്റ ഡിജിറ്റൽ ആണെന്ന് പറയുന്നത് വലിയ അത്ഭുതമില്ല. ഇപ്പോൾ സൗണ്ട് ആയാലും വീഡിയോ ആയാലും എല്ലാം ഡിജിറ്റൽ ക്വാളിറ്റിയിലും ഡിജിറ്റൽ റെപ്രസെൻറ്റേഷനിലുമാണ്. ദ ഇൻ്റർഫേസ് ടു ദി ഫൈനൽ പ്രസൻറ്റേഷൻ ഓഫ് മീഡിയ ഈസ് യൂഷ്വലി ഇൻ്ററാക്റ്റീവ്. അപ്പോൾ ദ ഇൻ്റർഫേസ് ടു ദ പ്രസൻറ്റേഷൻ ഓഫ് ദ മീഡിയ ഈസ് ഇൻ്ററാക്റ്റീവ്. അതുപോലെ തന്നെ മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻ എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ഇൻ്ററാക്റ്റ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അതായത് യൂസറിന് ഇൻപുട്ട് ഡിവൈസ് കൊണ്ടും ഒക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. നമുക്ക് സ്പീക്കേഴ്സ്
പിന്നെ മൈക്രോഫോൺസും ഒക്കെ ഉപയോഗിച്ച് സൗണ്ടിൻ്റെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻപുട്ട് ഡാറ്റ ഫീഡ് ചെയ്യാനായിട്ട് കീബോർഡ്സ് വെച്ച് ഡാറ്റ ഫീഡ് ചെയ്യാനൊക്കെ വളരെ ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ഇൻ്റർഫേസ് തരുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസാണ് മൾട്ടിമീഡിയ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് സിസ്റ്റത്തിനകത്ത്. വെരി ഹൈ പ്രോസസ്സിംഗ് പവർ ഈസ് വൺ ഓഫ് ദ ഡിസൈറബിൾ ഫീച്ചർ ഓഫ് മൾട്ടിമീഡിയ സിസ്റ്റം. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം വളരെ കൂടുതൽ പ്രോസസ്സിംഗ് പവറുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആണ് മൾട്ടിമീഡിയ സിസ്റ്റംസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വളരെ കൂടുതൽ പവർ വേണ്ടുന്നത്? നീഡഡ് ടു ഡീൽ വിത്ത് ലാർജ് ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് റിയൽ ടൈം ഡെലിവറി ഓഫ് മീഡിയ. സ്പെഷ്യൽ ഹാർഡ്വെയർ ഈസ് കോമൺ പ്ലേസ് ഇൻ ദീസ് സിസ്റ്റംസ്. അതായത് വളരെ കൂടുതൽ പ്രോസസ്സിംഗ് ആവശ്യമായിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് ആണ് മൾട്ടിമീഡിയ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോ എന്ന് പറയുമ്പം തൗസൻഡ്സ് ഓഫ് ബിറ്റ്സുകൾ അടങ്ങുന്ന ഡാറ്റയാണ്. ഓക്കെ, അപ്പം ഈ ബിറ്റുകൾ ലക്ഷക്കണക്കിന് അടങ്ങുന്ന ഈ വീഡിയോ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും റിച്ച് ഡാറ്റ എന്ന് പറഞ്ഞാൽ അതൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ല പ്രോസസ്സിംഗ് പവർ ഉള്ള കമ്പ്യൂട്ടർ അല്ലെന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, നല്ല 3D ഗ്രാഫിക്സ് ഉള്ള ഗെയിംസ് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിലോ നല്ല പവർഫുൾ ആയിട്ടുള്ള മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ വേണ്ടി വരും. എന്തുകൊണ്ടാണ്? ഗ്രാഫിക്സ് കൂടുതലുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഗെയിംസ് എന്ന് പറയുന്നത്. അതുപോലെ മൾട്ടിമീഡിയ സിസ്റ്റംസിനകത്ത് ഈ പറയുന്ന വളരെ കൂടുതൽ റിച്ച് ഡാറ്റ, പിന്നെ മൾട്ടിമീഡിയ ഡാറ്റയാണ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഹൈ പ്രോസസ്സിംഗ് പവറാണ് ആവശ്യപ്പെടുന്നത്. അതിന് സ്പെഷ്യൽ ഹാർഡ്വെയർ വേണം, ചിലപ്പോൾ അഡീഷണൽ പ്രോസസ്സേഴ്സ് വേണം, അതുപോലെ ഗ്രാഫിക്സ് കാർഡിൻ്റെ കോൺഫിഗറേഷൻ വളരെ കൂടുതലായിരിക്കണം. അങ്ങനെയാണ് ഈ പ്രോസസ്സിംഗ് പവർ കൂട്ടുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിസൈറബിൾ ഫീച്ചർ എന്ന് പറഞ്ഞാൽ മൾട്ടിമീഡിയ കേപ്പബിൾ ഫയൽ സിസ്റ്റം. നിങ്ങൾക്കറിയാം, ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഫയൽസ് ആയിട്ടാണ്. അപ്പം മൾട്ടിമീഡിയ ഡാറ്റയെ അതിൻ്റെ ക്വാളിറ്റി ചോർന്ന് പോകാത്ത രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ മൾട്ടിമീഡിയ കേപ്പബിൾ ഫയൽ സിസ്റ്റം റൺ ചെയ്യുന്ന സിസ്റ്റം ആയിരിക്കണം. ഓക്കെ, കമ്പ്യൂട്ടർ സിസ്റ്റം ആയിരിക്കണം. ഇറ്റ് ഈസ് നീഡഡ് ടു ഡെലിവർ റിയൽ ടൈം മീഡിയ. എക്സാമ്പിൾ വീഡിയോ, ഓഡിയോ സ്ട്രീമിംഗ്, സ്പെഷ്യൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഈസ് റിക്വയർഡ്. റെയ്ഡ് ടെക്നോളജി, ഇതൊക്കെ എക്സാമ്പിൾ. അതായത് റിയൽ ടൈം മീഡിയ, റിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ടുള്ള വീഡിയോസ് ആയിരിക്കണം പലപ്പോഴും പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, വളരെ കൂടുതൽ ഫ്രെയിംസ് അടങ്ങുന്ന ഈ പറയുന്ന വീഡിയോ ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഫയൽ സിസ്റ്റംസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ സോഫ്റ്റ്വെയർ പിന്നെ കൈകാര്യം ചെയ്യുക. ഓഡിയോ വീഡിയോ സ്ട്രീമിങ്ങിനൊക്കെ സഹായിക്കുന്ന ഫയൽ സിസ്റ്റംസ് ആയിരിക്കണം സിസ്റ്റത്തിനകത്തുള്ളത്. സ്പെഷ്യൽ ഹാർഡ്വെയറും സ്പെഷ്യൽ സോഫ്റ്റ്വെയറും വേണ്ടി വരും. റെയ്ഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ റിഡൻഡൻറ്റ് അരേ ഓഫ് ഇൻഎക്സ്പെൻസീവ് ഡിസ്ക് എന്ന് പറയും. ഹാർഡ് ഡിസ്കിൻ്റെ ഒരു കളക്ഷനാണ്. ഓക്കെ, കാരണം ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഇല്ലേ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പം ഈ റെയ്ഡ് എന്ന് പറയുന്ന മൾട്ടിപ്പിൾ അരേ ഓഫ് റിഡൻഡൻറ്റ് പിന്നെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിൻ്റെ ഒരു കളക്ഷനെയാണ് റെയ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ആ റെയ്ഡ് സിസ്റ്റത്തിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫയൽ സിസ്റ്റം ആയിരിക്കണം ഉണ്ടാകേണ്ടുന്നത്. Next characteristic or feature of multimedia system is data representations, file formats that support multimedia. മൾട്ടിമീഡിയയെ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഫയൽ ഫോർമാറ്റ്സ് ആയിരിക്കണം നിങ്ങളുടെ സിസ്റ്റത്തിൽ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പലപ്പോഴും AVG ഫയൽസ്, MP4, MP3, ഇതൊക്കെ JPEG, ഇതൊക്കെ ഓഡിയോ, വീഡിയോ, പിക്ചർ ഫയൽസാണ്. ഇതുപോലുള്ള നല്ല മോഡേൺ കംപ്രസ്ഡ് ഡാറ്റ ധാരാളമായിട്ട് ഉള്ള പിന്നെ ഫയൽ സിസ്റ്റംസ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത്. എഫിഷ്യൻറ്റ് ആൻഡ് ഹൈ IO, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ ഫയൽ സിസ്റ്റം നീഡ്സ് ടു ബി എഫിഷ്യൻറ്റ് ആൻഡ് ഫാസ്റ്റ്. വളരെ ഫാസ്റ്റ് പ്രോസസ്സിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആവശ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു വീഡിയോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് കൊടുക്കണം. അതുപോലെ ഔട്ട്പുട്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ട് ആയിരിക്കണം വരുന്നത്. അതൊരു ഫ്ലിക്കറിങ്, ഒരു വെട്ടലോട് കൂടി കാണാതെ സ്മൂത്തായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും വളരെ ശക്തമായിരിക്കണം. അത് കൈകാര്യം ചെയ്യുന്ന IO ചാനൽസ് എന്ന് പറയും, നിങ്ങൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ പഠിച്ചത്. IO ചാനൽസും വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, നീഡ്സ് ടു അലൗ ഫോർ റിയൽ ടൈം റെക്കോർഡിംഗ് ആസ് വെൽ ആസ് പ്ലേ ബാക്ക് ഓഫ് ഡാറ്റ. ഡയറക്റ്റ് ടു ഡിസ്ക് റെക്കോർഡിംഗ് സിസ്റ്റം, അതായത് ഡയറക്റ്റ് റെക്കോർഡിംഗ് സാധ്യമാക്കണം, അല്ലെങ്കിൽ ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കണം. നൗ സ്പെഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആർ റിക്വയർഡ് ഇൻ മൾട്ടിമീഡിയ സിസ്റ്റംസ്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലുള്ള കേപ്പബിലിറ്റി ഉള്ള സിസ്റ്റംസ് ആണെങ്കിൽ സ്പെഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ചിലപ്പം വേണ്ടി വരും. ഓക്കെ,
To allow access to file systems, process data efficiently and quickly, you need a special operating system. ഫയൽ സിസ്റ്റംസ് സ്റ്റോർ ചെയ്യാൻ, ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ, എഫിഷ്യൻറ്റും ക്വിക്കായിട്ടും ഈ പറയുന്ന റിച്ച് ഡാറ്റ കൈകാര്യം ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മോഡേൺ ഡേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ വിൻഡോസിൻ്റെ 2000 ശേഷമുള്ളത് നല്ല മൾട്ടിമീഡിയ സപ്പോർട്ടുള്ളതാണ്. നീഡ്സ് ടു സപ്പോർട്ട് ഡയറക്റ്റ് ട്രാൻസ്ഫർ ടു ഡിസ്ക്, റിയൽ ടൈം ഷെഡ്യൂളിംഗ്, ഫാസ്റ്റ് ഇൻട്രപ്റ്റ് പ്രോസസ്സിംഗ്, IO സ്ട്രീമിംഗ്. നിങ്ങൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ പഠിച്ച കണക്ക് ഇൻപുട്ട് സ്ട്രീമിങ്ങിനും ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമിങ്, ഫാസ്റ്റ് ഇൻട്രപ്റ്റ് പ്രോസസ്സിംഗ്, റിയൽ ടൈം ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് നടക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ CPU-നെ വളരെ ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് മിനിമൈസ് ചെയ്ത് അടുത്ത വീഡിയോ ഓൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് വേണം, അല്ലാതെ ലാഗ് വന്നു കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് OSന് അത്രയും ശക്തി വേണമെന്ന് പറഞ്ഞത്. OS ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ടാണല്ലോ സോഫ്റ്റ്വെയറുകളെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിരിക്കണം നമുക്ക് മൾട്ടിമീഡിയ സിസ്റ്റംസ് എന്ന് പറയുന്ന ജനറലായിട്ടുള്ള സിസ്റ്റമുകളിൽ ഡിസൈറബിളായിട്ട് വേണ്ടുന്നത്. സ്റ്റോറേജ് ആൻഡ് മെമ്മറി നേരത്തെ പറഞ്ഞു. ലാർജ് സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് ദ ഓർഡർ ഓഫ് 50 to 100 GB. ഈ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും ടെറാബൈറ്റ്സിലൊക്കെ ആയിട്ടുണ്ട് ഇപ്പം. ലാർജ് സ്റ്റോറേജ് യൂണിറ്റ്സ് വേണം. ലാർജ് മെമ്മറി റിക്വയർമെൻറ്റ് ആണ് സിസ്റ്റത്തിനകത്ത്. അപ്പോൾ നല്ല ഹാർഡ് ഡിസ്കോ ഒന്നോ അതിലധികമോ ഉള്ള ഹാർഡ് ഡിസ്ക്, റെയ്ഡ് ടെക്നോളജി, ലാർജ് ക്യാഷ് മെമ്മറി ഉണ്ടെങ്കിൽ പ്രോസസ്സിങ്ങും ഒക്കെ സ്പീഡാവും. അപ്പോൾ ലാർജ് ക്യാഷ് മെമ്മറി റിക്വയർമെൻ്റ് ആണ്. നിങ്ങൾക്കറിയാം ക്യാഷിൻ്റെ ഉപയോഗം എന്തുവാന്നുള്ളത്. ലാർജ് ക്യാഷ് ഈസ് റിക്വയർഡ്. ലെവൽ 2 ആൻഡ് ലെവൽ 3 ഹൈറാർക്കി ഓഫ് ഫോർ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം ക്യാഷ്, ഒറ്റ ക്യാഷ് മാത്രമുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉണ്ട്. എന്നാൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞ് പല ലെവൽസിൽ ക്യാഷ് അവൈലബിൾ ആകുന്ന, ക്യാഷ് മെമ്മറി അവൈലബിൾ ആകുന്ന സിസ്റ്റംസ് ആണ് വേണ്ടുന്നത്. ഇതെല്ലാം ഫാസ്റ്റർ പ്രോസസ്സിങ്ങും ഫാസ്റ്റർ സ്റ്റോറേജിനും സഹായിക്കും. നൗ നെറ്റ്വർക്ക് സപ്പോർട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്റംസ് പലപ്പോഴും നെറ്റ്വർക്കിൽ അംഗമായിട്ട് മാറുമ്പോൾ ക്ലയൻറ്റ് സെർവർ സിസ്റ്റംസ്, കോമൺലി നോൺ ആസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ്, ആർ വെരി കോമൺ ഇൻ ദി മോഡേൺ ഡേ. അതായത് ക്ലയൻറ്റ് സെർവറായിട്ട് ആക്ട് ചെയ്യുന്ന, സെർവറായിട്ടുള്ള മെഷീൻ, ക്ലയൻ്റ് ആയിട്ടുള്ള മെഷീൻ, ഇത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ സ്മൂത്തനാവണം. ഒന്ന്. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ വളരെ വർക്ക് ഇൻറ്റൻസീവായിട്ടുള്ള ഒരു പ്രോസസ്സിങ് നടക്കുകയാണ്, കൂടുതൽ ഡിമാൻഡിങ് ആണ്, ഭയങ്കരമായിട്ടുള്ള പ്രോസസ്സിങ് ആവശ്യമായിട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു ഡിസ്ട്രിബ്യൂട്ടഡ് എൻവറോൺമെൻ്റ് ആണ് ഉള്ളതെങ്കിൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുന്ന മെഷീൻ എന്ത് ചെയ്യും, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മറ്റ് 5 മെഷീൻ, ഫോർ എക്സാമ്പിൾ 5 മെഷീനിലേക്ക് നിങ്ങൾ അറിയാതെ തന്നെ ഈ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും നമ്മൾ അറിയാതെ തന്നെ ഈ 5 ഡിഫറെൻറ്റ് മെഷീനിലായിട്ട് ഈ കൊടുത്ത ടാസ്കിൻ്റെ പ്രോസസ്സിങ് പാരലായിട്ട് നടക്കുകയും തിരിച്ച് ഔട്ട്പുട്ട് നിങ്ങൾ കൊടുത്ത മെഷീനിൽ തന്നെ വരും. അപ്പോൾ നിങ്ങൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അയ്യോ ഞാൻ കൊടുത്ത വർക്ക് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് തന്നല്ലോ എന്ന് നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ കൊടുത്ത മെഷീൻ നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ നെറ്റ്വർക്കിൽ ഉള്ള 5 പ്രധാനപ്പെട്ട സിസ്റ്റംസിനെ ഷെയർ ചെയ്ത് പ്രോസസ്സിങ് ചെയ്തു. അങ്ങനെയുള്ള സിസ്റ്റംസിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അതിന് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നെറ്റ്വർക്ക് സപ്പോർട്ട് സാധ്യമാകുന്ന സോഫ്റ്റ്വെയറും OSും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും അടങ്ങുന്ന മെഷീൻസ് ആവശ്യമാണ്. ഓക്കെ, ഇനി സോഫ്റ്റ്വെയർ ടൂൾസ്, യൂസർ ഫ്രണ്ട്ലി ടൂൾസ് നീഡഡ് ടു ഹാൻഡിൽ മീഡിയ, ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ആപ്ലിക്കേഷൻസ്, ഡെലിവർ മീഡിയ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്വെയർ ടൂൾസ് വേണം. മൾട്ടിമീഡിയ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കണം. അപ്പം നിങ്ങൾ തന്നെ ഒരു മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻ എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ നല്ല ഒരു സോഫ്റ്റ്വെയർ, വീഡിയോ എഡിറ്റിങ്ങോ അല്ല ഓഡിയോ എഡിറ്റിങ്ങോ ഒക്കെ ടൂൾ ഉണ്ടാക്കി നിങ്ങൾ മിക്സ് ചെയ്യും, പാട്ടുകൾ, വീഡിയോസ് മിക്സ് ചെയ്യും, സൗണ്ട് മാറ്റും. അതൊക്കെ യൂസർ ഫ്രണ്ട്ലി ആണെങ്കിലേ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാനൊക്കെ. അപ്പോൾ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോ, ഓഡിയോ ക്രിയേഷൻ, ഗ്രാഫിക് ക്രിയേഷൻസ്, ആനിമേഷൻ ക്രിയേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് സോഫ്റ്റ്വെയർ ടൂൾസ് എന്ന് പറയുന്നത്. അത് നല്ല ഫ്രണ്ട്ലി ടൂൾസ് ആയിരിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് ഏബിൾ ടു ഹാൻഡിൽ മീഡിയ, ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ആപ്ലിക്കേഷൻ. പെട്ടെന്ന് ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയെടുക്കുക, പുതിയ ഡിസൈനിങ്, പുതിയ നല്ല മൾട്ടിമീഡിയയുടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിനുള്ള ഡിസൈനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതും, അതുപോലെ തന്നെ വേഗത്തിൽ തന്നെ ഇത് ആ കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റ് കമ്പ്യൂട്ടറിലേക്ക് ഡെലിവറി ചെയ്യാനും സഹായിക്കുന്ന സിസ്റ്റംസ് ആയിരിക്കണം മോഡേൺ ഡേയിൽ വേണ്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത്, നൗ ലെറ്റ് us കൺസിഡർ ദ കമ്പോണൻസ് ഓഫ് മൾട്ടിമീഡിയ സിസ്റ്റംസ് ഇൻ അനദർ.